കാരണം ജയമോഹൻ എന്ന് പറയുന്ന ആൾ കുറച്ചും കൂടെ നമ്മൾ റെസ്പെക്റ്റബിളായിട്ട് കണ്ട ഒരു റൈറ്ററാണ്. അയാൾ മണിരത്നത്തിൻ്റെ കൂടെയൊക്കെ സിനിമകളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. മലയാളത്തിൽ 2-3 സിനിമകളൊക്കെ ചെയ്തു. പക്ഷേ ഇത്ര ഇറസ്പോൺസിബിളായിട്ടുള്ള രീതിയിലുള്ള ഒരു നിരീക്ഷണം നടത്താൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. ഈ മഞ്ഞുമൽ ബോയ്സ് ആ സിനിമയെ വിമർശിച്ചുകൊണ്ട് ജയമോഹൻ പറയുന്ന റൈറ്റർ മലയാളികളുടെ ക്യാരക്ടറിനെ കുറിച്ചിട്ട് ഒരു അഭിപ്രായം, അതിനെക്കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം? നമ്മളതിനെപ്പറ്റി ഒഫീഷ്യലി നമ്മുടെ ഫെഫ്കയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അന്ന് തന്നെ കൊടുത്തിരുന്നു. അത് ഈ പറയുന്ന പോലെ ഈ കഥയുടെ ഈ പോകുന്ന ചെറുപ്പക്കാരെന്ന് പറയുന്നത് അവരെല്ലാം സാധാരണക്കാർ, പെയിൻറ്റ് പണിക്ക് പോകുന്നവരും അങ്ങനത്തെയൊക്കെ ചെറിയ വർക്ക്ഷോപ്പിൽ പണിയുന്ന ആൾക്കാരൊക്കെയാണ്. അവരുടെ ഒരു എൻജോയ്മെൻ്റ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ യാത്രകൾ. അത് സാധാരണമാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരാഴ്ച ജോലി ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസം അത് അവർ എന്തെങ്കിലും ഒരു യാത്ര പോവുക, ട്രിപ്പ് കഴിക്കുക. പിന്നെ ഈ മദ്യപാനത്തെക്കുറിച്ചാണ് അയാൾ പറയുന്നത്. മദ്യപാനം എന്ന് പറയുന്നത് അവരെ മാത്രം കുറ്റമായിട്ട് കാര്യമില്ല, നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഏറ്റവും വലിയ വരുമാനമാണ്. സ്റ്റേറ്റ് പ്രൊമോട്ട് ചെയ്ത് സ്പോൺസേഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അവർ. ഫാക്റ്റാണ്. ഉണ്ട് നമുക്ക് അതെ. പക്ഷേ അത് മലയാളികൾ മാത്രമല്ല, തമിഴ്നാട്ടിലോട്ടോ മറ്റു കാലം നമുക്ക് തമിഴ്നാട്ടിൽ ഞാൻ കുറേ കാലം ജീവിച്ച ആളാണ്. ഇപ്പം നമുക്കറിയുകയും ചെയ്യാം. അല്ല, എല്ലായിടത്തും ഉണ്ട് ഇത്തരത്തിലുള്ള ആൾക്കാർ. ഒന്നാമത് നമ്മളെ ഒരു സിനിമയിലെ ഒരു ക്യാരക്ടറിനെ വെച്ചിട്ട് മൊത്തം ഒരു സമൂഹത്തെ അങ്ങോട്ട് അടച്ചാക്ഷേപം. ഇപ്പം നമ്മുടെ സിനിമയിൽ കള്ളന്മാരുടെ കഥ പറയുന്നുണ്ട്. ഇപ്പം മലയാളികളെല്ലാം കള്ളന്മാരാന്ന് പറയും. ഇപ്പം തസ്കർ വീർ എന്ന് സിനിമയുണ്ട്, അതിനകത്തുള്ള കുറേ കള്ളന്മാരുടെ കഥയാണ്. അല്ലെങ്കിൽ വയലൻസ് ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ മേഡേഴ്സ് നടക്കുന്നുണ്ട്, സിനിമയിൽ കാണിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് അതെല്ലാവരും അതങ്ങനെയാണെന്ന് പറയണ്ടല്ലോ. ഇത് ആ ചെറുപ്പക്കാരങ്ങനെയാണ്, അവർ എൻജോയ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ജനറേഷനിലെ ചെറുപ്പക്കാർ അവരുടെ എൻജോയ്മെൻ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ യാത്ര പോവുക. യാത്ര പോകുമ്പം അവർ മദ്യപിക്കും, കാര്യം ചെയ്യും. അവർക്ക് എന്തെങ്കിലും ഔട്ട് ഓഫ് ബോക്സ് എന്തെങ്കിലും അഡ്വഞ്ചറസുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത് നോർമലാണല്ലോ. അത് വെച്ചിട്ട് ഇവന്മാർ പെറുക്കുകയാണെന്നൊക്കെ പറയുന്നതിനകത്തുള്ള ആ വാക്കുകളൊക്കെയാണ് കൂടുതലും പ്രശ്നം. അത് അദ്ദേഹത്തെ പോലെ നമ്മൾ ഒരു റൈറ്റർ എന്ന നിലയിലൊക്കെ ഇങ്ങനത്തെ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ആളത് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. പക്ഷെ അത് വിപരീത ഗുണം ചെയ്തു എന്നുള്ളതാണ്. ഇതുകൊണ്ട് ആർക്കും അപകടമില്ല. ഈ സിനിമ കണ്ടിട്ടും ആരും കുടിക്കാൻ പോകുന്നില്ല, കാണാതിരുന്നിട്ടും കുടിക്കാതിരിക്കാനും പോകുന്നില്ല. അതുകൊണ്ടല്ലല്ലോ. ഇപ്പം അങ്ങനെയാണെങ്കിൽ സിനിമ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് പറയുന്നതുകൊണ്ട് ഇപ്പം ക്രൈംസ് നടക്കുന്നതിനകത്ത് സിനിമ കണ്ടിട്ടുണ്ട്. നമ്മൾ കൂടുതലും നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് ഇങ്ങോട്ടാണ് സാധനം എടുക്കാറുള്ളത്. നമ്മുടെ അല്ലേ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ പലപ്പോഴും നമ്മളെയും ഇൻസ്പയർ ചെയ്യാറുള്ളത്. പുതിയ മേക്കേഴ്സിൽ സാർ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ട് തോന്നുന്നത് ഡയറക്ടേഴ്സോ? ഒരുപാട് പേരുണ്ട്. ഇപ്പം പിന്നെ ദിലീഷൊക്കെ ഇപ്പം പുതിയതും കടന്നു പോയ ആൾക്കാരാണ്. ഈ ചിദംബരം 2 പടത്തിലും അയാൾ പ്രൂവ് ചെയ്തു. എല്ലാവരുടെയും പേര് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ലെങ്കിൽ പോലും നല്ല ഒരു സിനിമകൾ ചെയ്യാൻ ഇനിയും നല്ല സിനിമകൾ ചെയ്യാൻ കഴിവുള്ള ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. എഴുതാൻ കഴിയുന്നവരുണ്ട്. പക്ഷേ ഇവർക്കൊക്കെ അടുത്ത സിനിമ ഈ 1-2 സിനിമകൾ കഴിച്ചിട്ട് ഇവർ എന്തുകൊണ്ടാണ് വാനിഷ്ഡായി പോകുന്നത്, ഡിസപ്പിയറായി പോകുന്നത് നമുക്കറിയില്ല. പക്ഷേ ഇതാണ് ഒരു സിനിമ ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര സ്ട്രെയിനാണ്. അത് ഞാൻ ഇപ്പോൾ അതിലേക്ക് വരുന്ന കാര്യം വെച്ചാൽ ഒരു സിനിമ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കിയെടുത്ത് ഒരു പ്രൊഡ്യൂസറെ കിട്ടി, ഒരു കഥ പറഞ്ഞൊരു ആക്ടറെ കിട്ടി, ഇതെല്ലാം കഴിഞ്ഞിട്ട് എത്ര നാളത്തെ സ്ട്രെയിനാണ് ഇവന്മാർ 1-2 മണിക്കൂർ കൊണ്ട് കോമാളിത്തരം പറഞ്ഞ് കളയുന്നത്. അതിന് നിയമം ചെയ്യാൻ പറ്റുന്നില്ല. അത് വല്ലാത്തൊരു മലയാള സിനിമയുടെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ഈ സംഭവമാണ്. ഈ റിവ്യൂ നടത്തുന്ന കുറേ ആൾക്കാരാണ്. ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഇപ്പം പറഞ്ഞല്ലോ, കോടതിക്കും 48 hours എന്ന് പറഞ്ഞത് അത് പക്ഷേ അതിനകത്ത് കൂടുതലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതായിരിക്കാം. പക്ഷെ അതൊന്നും ഇതിനോട്ട് പരിഹാരമാകുന്നില്ലല്ലോ. മുമ്പ് കാലത്തൊക്കെ നമുക്ക് കുറച്ചും കൂടെ ഒരു കണ്ടൻറ്റ് വൈസ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില പണ്ട് കാലത്ത്. ഇപ്പോൾ അതില്ല. ഇപ്പോൾ കുറച്ച് ഡീസൻ്റായിട്ടുള്ള എല്ലാവരും അങ്ങനെ ഒരു
വൾഗാരിറ്റിയിലേക്കൊന്നും പോകുന്ന സിനിമകൾ അധികം വരുന്നില്ല എന്നുള്ളതാണ്. ഒരു കാലത്തുണ്ടായിരുന്നു, ഒരു കാലത്ത് അങ്ങനത്തെ ചില സിനിമകൾക്ക് മാത്രം ഒരു ട്രെൻഡ് ഉണ്ടായ കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു സീരിയസ് വാച്ചിങ് ഈ പറയുന്ന പോലെ ഉണ്ടാകേണ്ടിയിരിക്കുന്നത് കുറച്ചും കൂടെ ആൾക്കാർക്ക് സിനിമ കാണാനുള്ളൊരു സ്പേസ് കൊടുക്കണം. ഇവർ വന്നിട്ടിത് റിവ്യൂ ബോംബിങ്ങിലൂടെ ചിലപ്പോൾ നല്ല പല സിനിമകളും അങ്ങനെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട്. കുറച്ചും കൂടെയൊക്കെ കളക്ട് ചെയ്യേണ്ട സിനിമകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇറങ്ങിയ പുതിയ സിനിമയെപ്പറ്റി നല്ല റിപ്പോർട്ട്സ് ഉണ്ട്. അത് തിയേറ്റർ കളക്ഷൻ ഉണ്ടായെന്ന് അറിയത്തില്ല. ഒരു സർക്കാർ ഉൽപ്പന്നം എന്ന് പറയുന്ന സിനിമയ്ക്ക് അത്യാവശ്യം റിവ്യൂ നല്ലതായിട്ടൊക്കെ കേൾക്കുന്നുണ്ട്. തിയേറ്ററിലെ കളക്ഷൻ കാര്യത്തിൽ എനിക്കറിയില്ല. പക്ഷേ അത്തരം സിനിമകളൊക്കെ ഓടണം. ഇപ്പം ആൾക്കാരിപ്പം അതിനകത്ത് ചെറിയ ആൾക്കാരല്ലേ ഉള്ളൂ അഭിനയിക്കുന്നുള്ളൂ. ഇപ്പം അത്ര ഒരു ഹീറോ ലെവലിലുള്ള സാധാരണ കൺവെൻഷണൽ ഹീറോ ലെവലിലുള്ള ആൾക്കാരൊന്നുമല്ല. പിന്നെ മുമ്പൊക്കെ കുറച്ചും കൂടി ഒരു ഫീമെയിൽ സെൻട്രിക് ആയിട്ടുള്ള സിനിമകളും അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ജയഭാരതി, ഷീല എന്നൊക്കെ പറയുന്ന പോലത്തെ ആക്ടേഴ്സ്, മഞ്ജു വാര്യർ വരെയുള്ള ആൾക്കാർ അത്തരം സിനിമകളെ ഇപ്പോൾ അങ്ങനത്തെ ഒരു ഫീമെയിൽ സെൻട്രിക് സിനിമകൾ കുറഞ്ഞു പോയോ എന്ന് തോന്നുന്നുണ്ട്. മലയാളികൾ മാത്രമല്ല, എല്ലാവരും അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒന്ന്, നമ്മുടെ കംഫർട്ട് സോണിൽ ഇരുന്നുകൊണ്ട് നമുക്ക് കാണാം, നല്ല ക്വാളിറ്റിയുള്ള കുറച്ചുകൂടെ. നമുക്ക് ഈ മറ്റു കാര്യങ്ങളെ പേടിക്കണ്ടല്ലോ. തിയേറ്ററിൽ ആൾ വരുമോ, പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രെയിൻ എടുക്കണോ, പബ്ലിസിറ്റി സ്ട്രെയിൻ. ഇപ്പോഴൊക്കെ വന്ന് തിയേറ്ററിൽ ആളെ കയറാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കാശ് കൊടുത്ത് അതിന് ഹോൾഡ് ഓവറായിരിക്കാൻ വേണ്ടിയിട്ട് ഷോ നടക്കാൻ വേണ്ടിയിട്ട് 15 വരെയെങ്കിലും കയറ്റണമെന്നൊക്കെ പറയുന്നതിന് അതിന് വേണ്ടിയിട്ട് ഇതെടുക്കുന്ന സിനിമ എടുത്തിട്ട് പബ്ലിസിറ്റിയും കൊടുത്തിട്ട് പിന്നെ ആളെ കയറ്റാൻ കൂടെ കാശ് കൊടുക്കുന്നൊരു സാഹചര്യമുണ്ടല്ലോ. അത് ഇത് അതിനെപ്പറ്റിയൊന്നും പേടിക്കണ്ടല്ലോ. നമുക്ക് ഒന്നാമത് അവർ OTT പ്ലാറ്റ്ഫോംസ് എല്ലാം നല്ല ക്വാളിറ്റി ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അവരുടെ കണ്ടൻറ്റിനകത്ത് ആ ക്വാളിറ്റി മേക്കിംഗ്, ഇപ്പം പോച്ചർ എന്ന് പറയുന്ന അത് എല്ലാം അവരൊരു നല്ല ക്വാളിറ്റി കണ്ടൻറ്റാണ് പ്രതീക്ഷിക്കുന്നത്. ടെക്നിക്കലി ആ ക്വാളിറ്റി അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നല്ല ഓഡിയൻസിന് നല്ല ക്വാളിറ്റിയുള്ളൊരു വ്യൂയിങ് എക്സ്പീരിയൻസ് ഉണ്ടാവും തീർച്ചയായിട്ടും. എല്ലായിടത്തും അത് മാറിക്കഴിഞ്ഞല്ലോ. ഒരു വെബ് സീരീസ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റിനെ ആൾക്കാർ വെൽക്കം ചെയ്ത് കഴിഞ്ഞു.